നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിഴക്കേക്കല്ലടയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനിടയിലേക്ക് KSU പ്രവർത്തകർ ബൈക്ക് ഓടിച്ചു കയറ്റി. LDF പ്രവർത്തകരെ ആക്രമിച്ചു. 10ഓളം പേർക്ക് പരിക്ക്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ മോദിക്ക് കഴിയുന്നില്ലെന്ന് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ. നീല സമ്പദ് വ്യവസ്ഥ മത്സ്യത്തൊഴിലാളികളെ അവരുടെ ജീവനോപാധികളിൽ നിന്നും ആട്ടിപ്പായിക്കുന്നു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനും കർഷകരോഗ നയങ്ങൾക്കുമെതിരെ പാർലമെന്റിൽ പോരാടിയത് ഇടതുപക്ഷം മാത്രമാണെന്നും തപൻ സെൻ. മോദി നൽകുന്ന ഗ്യാരണ്ടി തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണെന്ന് രമേശ് ചെന്നിത്തല MLA. കേന്ദ്ര സർക്കാർ നിയമനങ്ങളെല്ലാം കരാർ അടിസ്ഥാനത്തിലാക്കി. സംസ്ഥാന സർക്കാർ 8 വർഷം ഭരിച്ചിട്ടും ഒരു വികസന പദ്ധതി പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല. വിശദമായ വാർത്തകളിലേക്ക്. LDF തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനിടയിലേക്ക് KSU പ്രവർത്തകർ ബൈക്ക് ഓടിച്ചു കയറ്റി. തുടർന്ന് LDF പ്രവർത്തകരെ ആക്രമിച്ചു. സംഭവത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. LDF പ്രവർത്തകർ കിഴക്കേക്കല്ലട മേഖലയിൽ നടത്തിയ പ്രകടനത്തിനിടയിലേക്കാണ് KSU പ്രവർത്തകർ ബൈക്ക് ഓടിച്ചു കയറ്റിയത്. തുടർന്ന് കൊടികെട്ടിയ പട്ടിയലുകൾ ഉപയോഗിച്ച് LDF പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. കൊലവിളി മുദ്രാവാക്യവുമായി പ്രകോപനമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് LDF പ്രവർത്തകർ പറഞ്ഞു. DYFI ബ്ലോക്ക് ട്രഷറർക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു. സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം പേർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ഇവർ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ടറൽ ബോണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് മോദിയെന്നും സുഭാഷിണി അലി പറഞ്ഞു. 8000 കോടിയാണ് BJP ഇലക്ട്രൽ ബോണ്ട് വഴി നേടിയത്. ഭരണഘടനാ വിരുദ്ധമായ ഒട്ടേറെ സംഭവങ്ങൾ ഇതിനു പിറകിൽ നടന്നിട്ടുണ്ട്. ഗുജറാത്തിലെ ഫാർമ കമ്പനിയുടെ കയ്യിൽ നിന്നും 100 കണക്കിന് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയ ശേഷം മനുഷ്യന് ഹാനികരം എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ മരുന്നുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ മോദി സർക്കാർ അനുമതി നൽകി. പണത്തിനു വേണ്ടി ആളെ കൊല്ലാനുള്ള അവകാശമാണ് കമ്പനികൾക്ക് നൽകിയത്. BJP വീണ്ടും ഭരണത്തിൽ വന്നാൽ ഇലക്ട്രൽ ബോണ്ട് പുനഃസ്ഥാപിക്കും എന്ന കേന്ദ്ര ധനമന്ത്രിയുടെ പ്രസ്താവന ആശങ്ക ജനിപ്പിക്കുന്നതായും സുഭാഷിണി അലി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം മോദി ഭരണം ദുർബലമാക്കി. ഭരണഘടനയ്ക്ക് പകരം വിശ്വാസവും വികാരവുമാണ് BJPയുടെ ഭരണത്തിന് അടിസ്ഥാനം. ഇതിനെതിരെ ആർക്കും ശബ്ദിക്കാനാകുന്നില്ല. സ്ത്രീശക്തിയെക്കുറിച്ച് പറയുന്ന BJP സ്വീകരിക്കുന്നത് സ്ത്രീവിരുദ്ധ നയങ്ങളാണെന്നും സുഭാഷിണി അലി പറഞ്ഞു. UP, MP, Rajasthan, Chhattisgarh, Bihar, all these states, about 65,000 government schools have been closed. And the central government has stopped the scholarships for Muslim children and also for SC and ST. And in these states, the state government also is not giving this scholarship money. Whatever scholarship money is to be given from the state budget now, and those states are not prepared to do it. But I'm happy that in Kerala, those scholarships are still being given. But I would like you to understand that if so many government schools are closed and the scholarships are not given, then how are poor girls going to be educated? Where is the Beti Padhao slogan taking us? Girls are not going to be educated. കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ ചോദ്യം ചോദിക്കാൻ ആരെയും ഭയപ്പെടേണ്ട. സ്ത്രീകൾക്ക് സംരക്ഷണവും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ഉറപ്പാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ വിജയമാണിതെന്നും സുഭാഷിണി അലി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി നടത്തി. ചക്കുവള്ളിയിലാണ് UDF റാലി സംഘടിപ്പിച്ചത്. മാവേലിക്കര മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരുന്നു റാലി നടത്തിയത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രചാരണ റാലി സംഘടിപ്പിച്ചു.
പോരുവഴി ചക്കുവള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി കൊച്ചുതെരുവ്, ആലുമുക്ക്, ചിറയിൽ, സിനിമാപ്പറമ്പ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ശാസ്താനടയിൽ സമാപിച്ചു. നേതാക്കളായ സാബു, അസീം, വരിക്കോലി ബഷീർ, നാസർ പേറയിൽ, ചക്കുവള്ളി നസീർ, മുഹമ്മദ് കുഞ്ഞ്, അലിയാരുകൂട്ടി, പ്രിയ സത്യൻ, അജീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പാചകവാതകത്തിന് 10 വർഷത്തിനിടെ ഉണ്ടായ വിലവർധന 169% മറച്ചുവെച്ച് മോദിയും BJPയും നാടകം കളിക്കുകയാണെന്ന് CI2 അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ പറഞ്ഞു. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഐക്യവേദി കൊല്ലത്ത് സംഘടിപ്പിച്ച തൊഴിലാളി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. കാരണം കോർപ്പറേറ്റ് ശക്തികളെ നിയന്ത്രിക്കാൻ മോദിക്ക് കഴിയില്ല. സ്വകാര്യവൽക്കരണം ശക്തമാണ്. ഇതിന്റെ ഭാഗമാണ് കടൽ സമ്പത്തിനെയും തീരദേശത്തെയും കൊള്ളയടിക്കാൻ മോദി സർക്കാർ നടപ്പാക്കുന്ന നീല സമ്പദ് വ്യവസ്ഥ. മത്സ്യത്തൊഴിലാളികളെ അവരുടെ ജീവനോപാധികളിൽ നിന്നും ആട്ടിപ്പായിക്കുന്നു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനും കർഷക ദ്രോഹ നയങ്ങൾക്കും എതിരെ പാർലമെന്റിൽ പോരാടിയത് ഇടതുപക്ഷം മാത്രമാണ്. വോട്ട് ചെയ്യേണ്ടത് മോദി സർക്കാരിനെതിരെ മാത്രമല്ല, ക്രിമിനൽ നയങ്ങൾക്ക് കൂട്ടുപിടിച്ചവർക്കും എതിരെയാകണമെന്നും തപൻ സെൻ പറഞ്ഞു. Kerala has a special responsibility. Throughout the country, who will go to parliament, you cannot have that much say. But Kerala, definitely you can have say. And LDF must do. You have to take account how it was affected the people. Modi's guarantee 2 crore job every year. Last 9 years, there should be 18 crore new job. What the figures say? In 16-17, around 41 crore 52 lakh people were in the employment, wage employment, that is working and getting wages. At the end of 9 years, 22-23, that figure has not increased. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ഇന്ദുശേഖരൻ നായർ അധ്യക്ഷനായി. CI2 ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, CPM ജില്ലാ സെക്രട്ടറി S സുദേവൻ, P രാജേന്ദ്രൻ, K വരദരാജൻ, B തുളസീധരക്കുറുപ്പ്, നെടുവത്തൂർ സുന്ദരേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. UDF പാവുമ്പ 82ാം മെമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബസംഗമം നടത്തിയത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പാവുമ്പ മണ്ഡലം 82ാം നമ്പർ ബൂത്തിൽ കുടുംബയോഗം സംഘടിപ്പിച്ചത്. തെന്നലിയിൽ വെച്ച് നടത്തിയ ബൂത്ത് യോഗം AICC അംഗം അഡ്വക്കേറ്റ് അനിൽ ബോസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടണമെന്നിരിക്കുക മിനിമം എത്ര സീറ്റ് ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് മുന്നണിക്കും ഗവൺമെന്റ് ഉണ്ടാക്കാം? 273. മനസ്സിലായല്ലോ. 543ന്റെ പകുതിയും അതിലൊരു സീറ്റ് കൂടുതലും വേണം. അപ്പൊ 273 സീറ്റ് വേണം. അപ്പൊ 190 നമുക്ക് എത്ര സീറ്റ് വേണം? 273 മിനിമത്തിലെത്താൻ. 273-ലെത്താൻ 190 നമുക്ക് എത്ര സീറ്റ് വേണം? 83 സീറ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ 83 സീറ്റ് മതി. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചിരിക്കും. രാമകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ, ടോമി എബ്രഹാം, ചെറുകര സലീം, DB സന്തോഷ്, പാവുമ്പ സുനിൽ, ശൈലജ, KP രാജൻ, മായ സുരേഷ്, തുളസീധരൻ, മായ ഉദയകുമാർ, അജേഷ്, ഷാജഹാൻ, മറ്റത്തു സുഖരാജൻ, രവീന്ദ്രൻപിള്ള, ഗോപൻ, ശശിധരൻ, അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. മോദി നൽകുന്ന ഗ്യാരണ്ടി തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണെന്ന് രമേശ് ചെന്നിത്തല MLA. കുണ്ടറയിൽ UDF സംഘടിപ്പിച്ച വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമങ്ങളെല്ലാം കരാർ അടിസ്ഥാനത്തിലാക്കി. സംസ്ഥാന സർക്കാർ 8 വർഷം ഭരിച്ചിട്ടും ഒരു വികസന പദ്ധതി പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെന്ന് രമേശ് ചെന്നിത്തല MLA കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ വിശദീകരണ യോഗം കുണ്ടറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. കോവിഡ് കാലത്ത് കോടിക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടതല്ലാതെ ഒരാൾക്കും പുതുതായി ജോലി കിട്ടിയില്ല. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനങ്ങളിലും നിയമനങ്ങൾ നടക്കുന്നില്ല. സൈനികർ മുതൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറി വരെയുള്ള നിയമനങ്ങൾ ഇപ്പോൾ കരാർ വ്യവസ്ഥയിലാണ്. അഗ്നിപഥ് പദ്ധതിയിൽ സൈന്യത്തിൽ ചേരുന്നവർക്ക് 4 വർഷം മാത്രമാണ് ജോലി. പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. അതോടെ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ എല്ലാ വസ്തുക്കൾക്കും വില കൂടി. വിദേശത്ത് നിന്ന് കള്ളപ്പണം തിരിച്ചെത്തിച്ച് ഓരോ പൗരനും 15 ലക്ഷം രൂപ നൽകും എന്ന് ഗ്യാരണ്ടി നൽകി. ഇതുവരെ ആർക്കും കിട്ടിയില്ല. 10 വർഷം മോദി ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. UDF കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു.
AICC സെക്രട്ടറി PC വിഷ്ണുനാഥ, മുൻ MLA AA അസീസ്, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, TC വിജയൻ, KRB സഹജൻ, ആന്റണി ജോസ്, കായിക്കര നവാബ്, ഷെരീഫ് ചന്ദ്രനത്തോപ്പ്, G വേണുഗോപാൽ, രാജു ഡി പണിക്കർ, AL നിസാമുദ്ദീൻ, കുളത്തൂർ രവി, മഹേശ്വരൻ പിള്ള, U വാഹിദ തുടങ്ങിയവർ പങ്കെടുത്തു. BJPയും CPMുമായി ഒരു മത്സരവും നമ്മൾ കാണുന്നില്ല. ആകെയുള്ള മത്സരം രാഹുൽ ഗാന്ധിയെ തെറി വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ ആരാണ് എന്നൊരു മത്സരമാണ്. അതിൽ പിണറായി വിജയൻ ജയിച്ചു എന്നാണ് മോദി ഇന്നലെ പറഞ്ഞത്, അല്ലേ? ഞാൻ പോലും പറയാത്തത്രയും മോശമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പോലും പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പോരുവഴിയിൽ റാലിയും സമ്മേളനവും നടത്തി. മാവേലിക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് റാലിയും സമ്മേളനവും നടത്തിയത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. പോരുവഴി ചിറയിൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ നിർവഹിച്ചു. ഈ ചിറയിലുള്ളവർ കുന്നത്തൂരുകാര് അല്ലേ, ഒരു വിത്തിനെ നമ്മളിവിടെ മുടക്കാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ നിയമസഭയില് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, നിർഭാഗ്യവശാൽ അദ്ദേഹം താമര ചിഹ്നത്തിൽ മത്സരിച്ചേ ഉള്ളൂ, ശ്രീ O രാജഗോപാൽ അല്ലേ. അദ്ദേഹം ജയിച്ചു, MLA ആയി. അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും മതേതര മനസ്സായിരുന്നു. എങ്കിലും ചിഹ്നം താമരയായതുകൊണ്ട് സഖാവ് പിണറായി പറഞ്ഞു, ഇവിടെ ഒരു താമര വിരിഞ്ഞിട്ടുണ്ട്, ആ അക്കൗണ്ട് ഞങ്ങളൊന്ന് 0 ബാലൻസിലേക്ക് എത്തിക്കും, ഞങ്ങളൊന്ന് പൂട്ടിക്കുമെന്ന് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. അത് പറയാനുള്ള ആർജവം കാണിച്ചത് സഖാവ് പിണറായി ഒരുപക്ഷമാണ്. ഒരു കോൺഗ്രസ്സുകാർ പറഞ്ഞു അക്കൗണ്ട് പൂട്ടിക്കാന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെയാ? പകല് കതറും, സന്ധ്യ മയങ്ങിയാൽ കാവിയും അല്ലേ. ഈ കാവി ഉടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കത്തില്ലേ, അല്ല പകല് നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പോരുവഴി മേഖലാ പ്രസിഡന്റ് N പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PG പ്രിയൻകുമാർ, RSP ലെനിനിസ്റ്റ് കൊല്ലം ജില്ലാ സെക്രട്ടറി സാബു ചക്കുവള്ളി, ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി P ശ്യാമളയമ്മ, CPM ശൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അക്കരയിൽ ഹുസൈൻ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. കൊല്ലം തേനി ദേശീയപാതയിൽ മയ്യത്തുങ്കര പള്ളിക്ക് സമീപമായിരുന്നു അപകടം. കൊല്ലം തേനി ദേശീയപാതയിൽ മയ്യത്തുങ്കര പള്ളിക്ക് സമീപം പെട്രോൾ പമ്പിന് മുന്നിലാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പാറക്കടവ് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറ്റൊരു ബൈക്കിലും കാറിലും ഇടിക്കുകയും ചെയ്തു. ശൂർനാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഡോക്ടർ BR അംബേദ്കർ ജയന്തി ആഘോഷം പുനലൂർ പള്ളിമുക്കിൽ നടത്തി. കേരള SC/ST ഐക്യവേദിയാണ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് CK അർജുൻ ഉദ്ഘാടനം ചെയ്തു. കേരള SC/ST ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പുനലൂർ നരിക്കൽ പള്ളിമുക്കിൽ ഡോക്ടർ BR അംബേദ്കർ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ഭക്ഷ്യക്കിറ്റ് വിതരണം, പുതുവസ്ത്ര വിതരണം, പഠനോപകരണ വിതരണം എന്നിവയും നടത്തി. SC/ST ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് CK അർജുനൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ പോലെ സ്വസമുദായത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനും സഹിക്കുവാനും പഠനം നടത്തുവാനും പട്ടിണിയിരിക്കുവാനും ഒക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ശക്തമായി നേരിടുവാനും കഴിവുള്ള ഒരു വ്യക്തി ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ അടിമവർഗങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ, നബി തിരുമേനിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ, മറ്റ് ചരിത്ര പുരുഷന്മാരുടെ, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഒക്കെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായി പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മിശികയായി തന്നെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം അതിഗംഭീരമായി തന്നെ നാട്ടാരറിഞ്ഞ് ആഘോഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ജില്ലാ പ്രസിഡന്റ് B ദേവദാസൻ നരിക്കൽ അധ്യക്ഷത വഹിച്ചു. പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ MA രാജഗോപാൽ, T രതീഷ് ഇലത്തുണ്ട്, T ഷിബു, വെഞ്ചേമ്പ് സുരേന്ദ്രൻ, V രാജൻ, അഡ്വക്കേറ്റ് P മുരളീധരൻ, A ചെല്ലപ്പൻ, പ്രദീപ് രാമൻ, കാഥികൻ നരിക്കൽ രാജീവ് കുമാർ, സഞ്ജു കലാലയ, T രാജൻ, R സജു, ബിൻസ് കുന്നുംപുറത്ത്,
തങ്കപ്പൻ, ആർ ഉത്തമൻ, ജോയി തടത്തിൽ, എ അജയൻ, രതിക രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭക്ഷ്യക്കിറ്റുകൾ കേരള കോൺഗ്രസും ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബാബു മാത്യുവും, പുതുവസ്ത്രങ്ങൾ പുനലൂർ ഗ്രേറ്റർ ലയൺസ് ക്ലബ് സെക്രട്ടറി ഷിബു ജോർജും, പഠനോപകരണങ്ങൾ SC/ST ഐക്യവേദി ജില്ലാ സെക്രട്ടറി TN ഗോപിയും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വാർഷിക പൊതുയോഗം നടത്തി. തഴവ കുറ്റിപ്പുറം യൂണിറ്റ് വാർഷിക പൊതുയോഗമാണ് നടത്തിയത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തഴവ കുറ്റിപ്പുറം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നത്. ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നേതൃത്വം നൽകിയിരുന്ന യശസ്വീയനായ ശ്രീ T നസറുദ്ദീന്റെ കാലഘട്ടം അത് നമ്മുടെ സുവർണ കാലഘട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഒരു വില മതിപ്പ് കിട്ടും. അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിൽ ഒരു ഭയത്തോടെ നമ്മളെ സംഘടനയെ കാണുന്ന തരത്തിലേക്ക് ആ സംഘടനയെ വളർത്തുവാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ധീരമായ നേതൃത്വത്തിന് കീഴിലാണ്. 31 വർഷക്കാലം അദ്ദേഹം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തന്നെ ധീരമായ നേതൃത്വമാണ് നമുക്ക് നൽകിയത്. K മാത്യു അധ്യക്ഷത വഹിച്ചു. S കബീർ, KJ മേനോൻ, നേതാജി B രാജേന്ദ്രൻ, രാജേന്ദ്രൻ കാട്ടൂർ, ബാബിസ് വിജയൻ, അബ്ദുൾ ബഷീർ, സലാം സിത്താര, വാസുദേവൻ വികാസ്, അനിൽകുമാർ, ശിവരാജൻ, കാസിം കുഞ്ഞ് ഹാഷിം, ഷിഹാബ് സിയോൺ, ജേക്കബ്, പ്രസന്നൻ, ബൈജു, PS രാജേന്ദ്രൻ, റഹീം കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. K മാത്യുവിനെ പ്രസിഡന്റായും കാട്ടൂർ രാജേന്ദ്രനെ ജനറൽ സെക്രട്ടറിയായും റഹീം കുഞ്ഞിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. മദ്രസ പ്രവേശനോത്സവം നടത്തി. കൊട്ടുകാട് പുത്തൻ സങ്കേതം സീനത്തുൽ ഇസ്ലാം മദ്രസയിലാണ് പ്രവേശനോത്സവം നടത്തിയത്. ചവറ കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പുത്തൻ സങ്കേതം മുഹീദ്ദീൻ തൈക്കാപ്പള്ളിയിലെ സീനത്തുൽ ഇസ്ലാം മദ്രസയിലാണ് മദ്രസ പ്രവേശനോത്സവം നടത്തിയത്. ജമാഅത്ത് പ്രസിഡന്റ് ഹാജി അനസ് സാഹിബ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആത്മീയ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിനും പ്രത്യേകമായി തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ടാണ് പോകുന്നത്. അതിന് പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് ആത്മീയ വിദ്യാഭ്യാസം മാത്രം പോരാ, അതോടൊപ്പം തന്നെ നമുക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണം. ഭൗതിക വിദ്യാഭ്യാസം മാത്രം പോരാ, എന്നാൽ ആത്മീയ വിദ്യാഭ്യാസം കൂടെ വേണം. എങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ പൗരനായിട്ട് നമുക്ക് മുന്നോട്ട് കുട്ടികളെ വാർത്തെടുക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. നമുക്കറിയാം, നമ്മുടെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം സമുദായത്തിൻ്റെ വൃദ്ധജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു വിഭാഗങ്ങൾ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ വൃദ്ധസദനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. എന്നാൽ ആ മുസ്ലിം സമുദായത്തിലെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലേക്ക് ഒരു പോക്ക് പോകാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതയാണ്. സെക്രട്ടറി M നൌഷാദ് പാലോട്ട്, വൈസ് പ്രസിഡന്റുമാരായ MS ഖാൻ, ഷാജഹാൻ നൌഷാദ, കബീർ, ഇമാം ഷിബിലി മഹ്ലരി, ബഷീർ മുസലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പറമ്പത്തുകുളങ്ങര മഹാക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചാണ് പാവുമ്പക്കാളിക്ക് പൊങ്കാല അർപ്പിച്ചത്. പറമ്പത്തുകുളങ്ങര മഹാക്ഷേത്രത്തിലാണ് വലിയ പൊങ്കാല നടന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു പൊങ്കാല ചടങ്ങുകൾ. പാവുമ്പക്കാളിക്ക് നൂറുകണക്കിന് പേരാണ് വലിയ പൊങ്കാല സമർപ്പിച്ചത്. ക്ഷേത്രത്തിലെ ഉത്സവം മെയ് 1 സമാപിക്കും. ദിലീപ് കൊപ്ലേത്ത്, സുമേഷ് കുമ്പേജത്ത്, കിഷോർ S കൂട്ടിങ്ങൽ, സജി മണ്ണാരേത്ത് എന്നിവർ പൊങ്കാല ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കേക്കല്ലടയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനിടയിലേക്ക് KSU പ്രവർത്തകർ ബൈക്ക് ഓടിച്ചു കയറ്റി.
LDF പ്രവർത്തകരെ ആക്രമിച്ചു, 10ഓളം പേർക്ക് പരിക്ക്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ മോദിക്ക് കഴിയുന്നില്ലെന്ന് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ. നീല സമ്പദ് വ്യവസ്ഥ മത്സ്യത്തൊഴിലാളികളെ അവരുടെ ജീവനോപാധികളിൽ നിന്നും മാറ്റിപ്പായിക്കുന്നു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനും കർഷക രോഗ നയങ്ങൾക്കുമെതിരെ പാർലമെന്റിൽ പോരാടിയത് ഇടതുപക്ഷം മാത്രമാണെന്നും തപൻ സെൻ. മോദി നൽകുന്ന ഗ്യാരണ്ടി തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണെന്ന് രമേശ് ചെന്നിത്തല MLA. കേന്ദ്ര സർക്കാർ നിയമനങ്ങളെല്ലാം കരാർ അടിസ്ഥാനത്തിലാക്കി. സംസ്ഥാന സർക്കാർ 8 വർഷം ഭരിച്ചിട്ടും ഒരു വികസന പദ്ധതി പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.